ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിലൊന്നുമല്ല പോകുന്നത്. നമ്മളിന്ന് KSRTC ബസ്സിലാണ് പോകുന്നത്, നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ. എവിടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനമേഖലയിലോട്ട് കടന്ന് നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വരാനായിട്ട് തുടങ്ങിയായിരുന്നു, പക്ഷേ മഴ കാരണം ഞാൻ ഈ സ്റ്റാൻഡ് വരെ വന്നിട്ട് പോയി. അന്ന് ഒറ്റയ്ക്കുള്ളായിരുന്നു, പക്ഷേ ഇന്ന് അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മയ്ക്കും വരണമെന്ന് ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സമയം കൃത്യം ഒരു 5:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട വണ്ടിയാണ് RRE 402 എന്ന് പറയുന്ന ബസ്സാണ് നമുക്ക് പോകേണ്ടത്. കൃത്യം 6:15 നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്നും പുനലൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് പോകുന്നത്. നമ്മൾ രാവിലെ തന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ കയറിയിരുന്നു. അത് ഫ്രണ്ടിലൊരു സിംഗിൾ സീറ്റുണ്ട്, അതിൻ്റെ തൊട്ട് പുറകിലുണ്ട് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിലാണ് നമ്മളിരിക്കുന്നത്. അധികം ആൾക്കാരൊന്നും ഇതിനകത്തില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ശനിയാഴ്ച ദിവസമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ കൂടുതൽ കണ്ടേനെ. എന്തൊരു വണ്ടി കറക്റ്റ് 6:15 തന്നെ എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിൽ നിറയെ ലോങ് റൂട്ട് പോകുന്ന വണ്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് മുൻപോട്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് വേണം പിന്നീട് ഇനി കയറി പോകാനൊക്കെ. കറക്റ്റ് 6:15 ആകുമ്പോൾ തന്നെ എടുക്കും കേട്ടോ. ഇവിടുത്തെ നമ്മുടെ പുനലൂർ ഡിപ്പോയിൽ നിന്നുള്ള അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ബസ്സിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 6:15 ഈ 6:15 ഇവിടുന്ന് പുറപ്പെടുന്ന ഈ ബസ് നമുക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ഒരു 8 മണി 7:55 8 മണിയൊക്കെ ആകുമ്പോഴത്തേനെ അവിടെ ചെല്ലും. ഈ പോകുന്ന ബസ് തന്നെ തിരിച്ച് നമുക്ക് 8:40 അവിടെ നിന്നുള്ളത്. അച്ചൻകോവിൽ നിന്ന് നേരെ പുനലൂരിലോട്ടുള്ള. അതേ സമയത്ത് തന്നെ അവിടുന്ന് വേറൊരു ബസ് കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തിരിച്ച് റിട്ടേൺ വരും. അവിടെ നിന്നുള്ള ഫസ്റ്റ് ബസ്സും ഉണ്ട്. അങ്ങനെ 2 ബസ്സുകൾ ഷട്ടിലടിച്ചിട്ടാണ് പോകുന്നത്. എങ്ങനെ പോലെ 2.5-3 മണിക്കൂറിന് ഇടവിട്ട് നമുക്ക് എപ്പോഴും ബസ്സുണ്ട് ഈ റൂട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം നമുക്ക് പോകാനായിട്ട്. റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് തെന്മല പോകുന്ന റൂട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ തെന്മലയാണ്. ഈ നേരെ പോയിട്ട് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പറയുന്ന മൂവാറ്റുപുഴ ഈസ്റ്റേൺ ഹൈവേ ആണ്. മൂവാറ്റുപുഴ ഈസ്റ്റേൺ ഹൈവേ വഴിയാണ് പോകുന്നത്. നമ്മുടെ പുനലൂർ തൂക്കുപാലമാണ്. രാവിലെ നല്ല ക്ലൈമറ്റ് തന്നെയാണ്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എന്തായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലോട്ടൊക്കെ വരുന്നത് തന്നെ. വളരെ എക്സൈറ്റഡാണ് സംഭവം. ഇത് നമ്മുടെ ഒരു പാലമാണ് കേട്ടോ, മുക്കടവ് പാലമാണ്. നല്ല രസമാണ്, നല്ല ആർച്ച് പോലെ കുറച്ചുകൂടെ കളറൊക്കെ അടിച്ച സെറ്റായിരിക്കും കേട്ടോ. അടിപൊളി, നല്ല ഭംഗിയോടാണ് അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പം പോകുന്നത് ഓൾഡ് പാലത്തിലൂടെയാണ്. അത് 2 വേ ആയിട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു ചില വണ്ടികൾ അതുവഴി കയറി ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റോഡിലൂടെ പോകുന്ന യാത്രകളായിരിക്കും. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേർക്കൂടെ ആയിട്ടുള്ളത് 126 രൂപയാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് തിരിയുവാണ്. ഇതിപ്പോൾ അലിമുക്ക് ജംഗ്ഷനാണ്. അലിമുക്ക് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ഇനി റൈറ്റ് തിരിഞ്ഞ് പോകുന്ന റോഡുകൾ വളരെ വീതി കുറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ വലിയ നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകളൊന്നുമല്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പുറകിലോട്ട് പോയിരിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എടുത്തടിയൊക്കെ ഉണ്ടാവും. നമ്മൾ മുമ്പിലോട്ടിരിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. രാവിലെ ആയിട്ട് ചെറിയ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതലും ബസ്സിനകത്തുള്ള വീഡിയോസ് ആയിരിക്കും. പിന്നെ അമ്പലത്തിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവസാന ഭാഗത്താണ് പറയുന്നത്. പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ആനയെ കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും വഴികളൊക്കെ നമുക്കിങ്ങനെ കണ്ടുപോകാം. നമ്മളിപ്പോൾ വന്നേക്കുന്ന വലിയ ബസ്സാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഈ വലിയ ബസ്സുകൾക്ക് പോവുകയും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം കരുതി ചെറിയ ബസ്സായിരിക്കും ഈ റൂട്ടിലോട്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയ സാധാരണ ബസ് തന്നെയാണ്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ഓർഡിനറിയാണ്. കാറുകളൊക്കെ പോകുന്നുണ്ട് രാവിലെ തന്നെ. കാറുകൾ കൊണ്ടുപോകുന്ന ഇച്ചിരി കുറച്ച് റിസ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഗട്ടറുകൾ കൂടുതലായിട്ടുണ്ട്, അടിയിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ബൈക്കിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. സിംഗിളായിട്ടൊക്കെ ബൈക്കിൽ പോകുന്നത് റിസ്ക്കാണ്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് വേറൊരു ബസ്സാണ് അവിടെ നിന്ന് വരുന്നത്. ഇതൊരു തിരുവനന്തപുരം ബോർഡ് വെച്ച് വന്നേക്കുന്ന ബസ്സാണ്. എനിക്ക് തോന്നുന്നു ഇത് പത്തനംതിട്ടയിൽ നിന്നും വന്ന ബസ്സായിരിക്കണം. തിരുവനന്തപുരം ബോർഡ് വെച്ചാണ് വന്നേക്കുന്നത്. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങൊക്കെ ഉണ്ട് ഇവിടെ.
എന്തായാലും ഈ റൂട്ടിലോട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതേപോലെ ടേണിങ്ങും കയറ്റവും പിന്നെ ഇടുങ്ങിയ റോഡുകളും ഇടുങ്ങിയ ചെറിയ ചെറിയ പാലങ്ങളും അങ്ങനെ ഒത്തിരി ഉണ്ട്. ഓരോ വളവുകൾ തിരിയുമ്പോഴും പലതും നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ കയറി വരാം. ഇത് ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ്. ഇവിടുത്തെ ഓരോ ചെക്ക് പോസ്റ്റുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ പത്രപേപ്പറുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തോട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു ബന്ധമുള്ളതെന്ന് പറഞ്ഞാൽ ഈ KSRTC ആണ്. പത്രങ്ങളൊക്കെ ഓരോ ചില സ്ഥാപനങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കും. നമ്മളിപ്പം പെട്ടെന്ന് വന്നപ്പോൾ കണ്ടാണ് ആനയെ കാണുന്നുണ്ട് കേട്ടോ. നോക്കിയോ, 2 ആനയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. കുറേ വട്ടം നമ്മൾ ബൈക്കിൽ പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും അമ്പലത്തിൽ കയറാൻ സാധിച്ചിട്ടൊന്നുമില്ല. എന്നിരുന്നാലും അമ്മ എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലോട്ട് വരുന്നത്. അമ്മ ആദ്യമായിട്ട് വരുമ്പം തന്നെ ആനയെ കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു കാട്ടാനയെ കാണുന്നത്. നമ്മൾ നാട്ടാന അല്ലെങ്കിൽ ഉത്സവത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലെ കാട്ടാനയെ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ബൈക്കിലൊക്കെ പോകുമ്പോൾ, പക്ഷെ നമ്മൾ ഈ ബസ്സിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കും, ദൈവമേ ഒരു വളവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വളവ് കഴിയുമ്പോൾ ഒരു ആനയെ കാണണേ. പക്ഷേ നമ്മൾ ബൈക്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആന വരരുതേ എന്നേ കരുതത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കാണ്. പെട്ടെന്ന് വന്ന് മുമ്പിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പേടി കാരണം നമ്മളൊരു അപകടത്തിലോട്ട് ചെന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ബസ്സിൽ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും പിന്നെ ഇതെല്ലാം ഇവരെല്ലാം ഈ 2 പേരാണെങ്കിലും ഈ റൂട്ടിൽ സ്ഥിരം പോകുന്നവരായിരിക്കണം. എന്തായാലും റോഡിലെ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് തന്നെ നമുക്ക് പോകാം. അടുത്ത ചെക്ക് പോസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇപ്പോൾ എനിക്കൊന്നൊരു 3 ചെക്ക് പോസ്റ്റോളം ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കണ്ട് പിന്നെ ഇതിപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റ് കണ്ടു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കാണോ ശേഷമാണോ ഒരു ചെക്ക് പോസ്റ്റോടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് ക്യാമറയിൽ പകർത്താൻ സാധിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓർമ്മയിലും കിട്ടുന്നില്ല. എന്തായാലും നല്ല ഭംഗിയാണ്. 2 സൈഡിലും കാടുകളാണ്. കൂടുതലായിട്ടും കാടായിട്ടുള്ളതുണ്ട്, പിന്നെ എസ്റ്റേറ്റുകൾ കൂടുതലുണ്ട്. ഇതാണ് ഈ വരുന്ന ബസ് കണ്ടോ. ഈ വരുന്ന ബസ്സാണ് അച്ചൻകോൾ ക്ഷേത്രത്തിൽ നിന്നുള്ള ആദ്യത്തെ രാവിലത്തെ ബസ്. ഇതിൻ്റെ കറക്റ്റ് സമയം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഒരു 6:30 സമയത്താണ് അവിടെ നിന്ന് എടുക്കുന്നതെന്ന് തോന്നുന്നു. 6:30 സമയത്താണെന്ന് തോന്നുന്നു അവിടെ നിന്ന് എടുക്കുന്നത്. 6:30 സമയത്താണെന്ന് തോന്നുന്നു. അതെന്തായാലും കറക്റ്റായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വനപ്രദേശം, പിന്നെ അതുപോലെ തന്നെ എസ്റ്റേറ്റുകൾ, പിന്നെ തേക്കും കാടുകൾ. പിന്നെ കുറേ ഭാഗങ്ങൾ ഒരു സൈഡ് ചിലപ്പോൾ വനമാണെങ്കിൽ ഒരു സൈഡ് മറുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും റബ്ബറാണ്. നല്ല രീതിയിൽ സ്ലൈഡ് ചെയ്ത രീതിയിലുള്ള റബ്ബർ തൈകളും പിന്നെ അതുപോലെ തന്നെ റബ്ബർ മരങ്ങളും നല്ല പഴക്കത്തിലുള്ള അത് ഇപ്പോഴും വെട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേക്കും കാടുകൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ട്. തേക്കിൻ്റെ സംരക്ഷണ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്ഷേത്രമൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കുടിലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാവുകൾ കാണാൻ പറ്റും. കൊച്ചു കൊച്ചു അമ്പലങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ.
നമ്മളിപ്പം അമ്പലം എത്താറായിട്ടുണ്ട്. ഇത് ആ തേക്കിൻകാട് സ്ഥാപനമാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട്. ഇതിപ്പോൾ നമ്മളിപ്പം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ഒരു 8 മണിയാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചായിരുന്നു എത്ര മണിയാകുമ്പോൾ ചെല്ലുമെന്ന്. പക്ഷേ നമ്മളൊരു 7:50 ആയപ്പോഴത്തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്. നല്ല നീളമുള്ള ബസ്സാണ്. ചെറിയ ബസ്സായിരിക്കുമെന്ന് ഞാൻ ആദ്യം കരുതിയത്, പക്ഷേ വലിയ ബസ്സാണ്. ഇത് അമ്പലത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്, ആ ഒരു എൻട്രൻസ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ കാർ പാർക്കിംഗ് ആണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാം പാർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ സൗകര്യമുണ്ട്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ആദ്യത്തെ എൻട്രൻസ് ആണ്. ഈ പടികളൊക്കെ കയറിയിട്ടാണ്, നമ്മുടെ തമിഴ് സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ ഈ അമ്പലം കാണുന്നത്. ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് ഇവിടെ നമ്മൾ എൻഡാണ് KSRTC ബസ്, ഇവിടെ എൻഡാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തെങ്കാശി പോകാം. തെങ്കാശി എന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാം, അത് റൂട്ടുണ്ട്. തെങ്കാശി മറ്റേ മണലാറ് വെള്ളച്ചാട്ടം, കുമ്പാവരട്ട് വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കയറുന്നത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും കയറാനുള്ള എൻട്രൻസ് ഉണ്ട്. രണ്ടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് തന്നെ. നമുക്കിനി ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അച്ചൻകോവിൽ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ മലയാളികളേക്കാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തന്മാരാണ് കൂടുതലായും ഇവിടേക്ക് വന്നു കാണുന്നത്. ആരണ്യശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗ്രഹസ്ഥായിയായി ശാസ്താ സങ്കല്പമാണ്. പൂർണ്ണ, പുഷ്പകല എന്നീ ഭാര്യമാർക്കൊപ്പം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന അയ്യപ്പനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ധർമ്മശാസ്താവിൻ്റെ പരിപാലമൂർത്തിയും കറുപ്പസ്വാമിക്കും വളരെ പ്രാധാന്യമുണ്ട്. കറുപ്പ് തുള്ളൽ എന്ന ചടങ്ങും ക്ഷേത്രത്തിലുണ്ട്. മഹിഷിനി ഗ്രഹത്തിന് മണികണ്ഠനെ സഹായിക്കുവാൻ സൃഷ്ടിച്ച ഭൂതഗണമാണ് കറുപ്പൻ. അച്ചൻകോവിൽ ശാസ്താവ് വിഷഹാരിയാണെന്നാണ് വിശ്വാസം. അത്താഴ പൂജയ്ക്ക് ശേഷം വന്നാൽ കൂടി നട തുറക്കുന്ന അപൂർവ ക്ഷേത്രമാണ് അച്ചൻകോവിൽ. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലാണ്. അതേപോലെ തന്നെ കൽപ്പത്തി രഥോത്സവം കഴിഞ്ഞാൽ രഥോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രം കൂടിയാണ് അച്ചൻകോവിൽ. പത്തനാപുരത്തെ അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ പാതയുണ്ട്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തമിഴ്നാടിനോട് വളരെയധികം അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് അല്ലെങ്കിൽ അയ്യപ്പന്മാരാണ് ഇവിടേക്ക് ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത്. മലയാളികൾ തമ്മിൽ വളരെ കുറവാണെന്ന് മാത്രം. എന്നാൽ മലയാളി ഭക്തന്മാരും ഇവിടെ കൂടുതലായും കാണുന്നുണ്ട്. എന്തായാലും ഇത്രയും വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. നമ്മൾ വന്ന ബസ് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. 8:40 ഈ ബസ് പുറപ്പെടുന്നത്. ആ ഒരു ബസ് വന്ന് 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തൊഴുത് ഇറങ്ങാൻ എന്തായാലും സാധിക്കും. അത്യാവശ്യം പൂജയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. കറക്റ്റ് സമയത്തിന് അതിന് ഈ ബസ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം 8:40 ആകുമ്പോഴത്തേന് നമ്മുടെ വണ്ടി എടുക്കും. ഇത് നേരെ പുനലൂരോട്ടാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടിയില്ല. നമ്മൾ കുറച്ചുകൂടെ പുറകിലാണ്, സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ഉഴുന്നുവട സൈഡിൽ നിന്ന് മേടിച്ച് ചെറുതായിട്ടൊന്ന് വിശന്നപ്പം എന്തായാലും ഉഴുന്നുവടയൊക്കെ കഴിച്ച് നമ്മൾ ആനവണ്ടിയിൽ നമ്മൾ തിരിച്ച് പുനലൂരോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കും കുറേയേറെ ഈ കണ്ട കാഴ്ചകൾ നമ്മൾ വീണ്ടും കണ്ടാൽ പോലും മതി വരാത്ത രീതിയിലാണ് കാഴ്ചകൾ കൂടുതലായിട്ടുള്ളത്. ബൈക്കിലൊക്കെ വരുമ്പം ഇതിൻ്റെ സൗന്ദര്യം കൂടും. പിന്നെ ബസ്സിലിരിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പൊക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അച്ചൻകോവിൽ ആറുകൾ കാണാൻ പറ്റും. അച്ചൻകോവിൽ ആറുകൾ എന്നല്ല, അച്ചൻകോവിൽ ആറ് നമുക്ക് ഈ റോഡിന് പാരലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം, ക്ഷേത്രത്തിലോട്ട് വരണം. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. അങ്ങനെ നമ്മൾ പുല്ലൂർ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. നല്ല അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു 10:35 ആയപ്പോഴത്തേനും നമ്മളിവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അച്ചൻകോവിൽ യാത്ര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നിടം വരെ ബൈ. ഇതാണ് നമ്മൾ വന്ന ബസ്.